ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. നമുക്ക് എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണല്ലേ? മക്കളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ എന്താണ് കുറേ പൂക്കൾ ഉണ്ടാവും. എത്ര നിറത്തിലുള്ള പൂക്കളെ നിങ്ങൾക്ക് അറിയാം, അതുപോലെ എത്ര തരത്തിലുള്ള പൂക്കളെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പൂക്കളെ വെച്ചിട്ട് ഒരു ചെറിയ ആക്ടിവിറ്റി ആയാലോ അല്ലെ? അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിയുടെ പേരാണ് നിറം നോക്കി കൂടയിൽ ശേഖരിക്കാം. ഇവിടെ മക്കൾക്ക് ഇതാണ്ട് 4 ബോക്സ് കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓരോ ബോക്സിലും ഓരോ കളറാണ്. ആദ്യത്തെ ബോക്സിൽ മഞ്ഞ, രണ്ടാമത്തെ ബോക്സിൽ വെള്ള, മൂന്നാമത്തെ ബോക്സിൽ നീല, നാലാമത്തെ ബോക്സിൽ ചുവപ്പ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മിസ് ഓരോരോ പൂക്കളെ കാണിക്കും. ആ പൂക്കളുടെ നിറം നോക്കി നിങ്ങൾ അതിന് അനുയോജ്യമായ കൂടയിൽ ശേഖരിക്കണം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഏത് പൂവ് നോക്കാം? ഇതാണ്ട് ശംഖുപുഷ്പം. ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിലുണ്ടോ? ശംഖുപുഷ്പത്തിന്റെ കളർ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നീല കളറാണല്ലേ? അപ്പൊ നമുക്ക് നീല ബോക്സിൽ ശംഖുപുഷ്പം ശേഖരിക്കാം. ഇനി അടുത്തതായിട്ട് നോക്കിക്കേ. ഇതാണ്ട് പനിനീർപ്പൂവ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ പനിനീർപ്പൂവ്? പനിനീർപ്പൂവിന്റെ കളർ ഏതാണ്? നല്ല ചുവപ്പ് കളറാണല്ലേ? അതുകൊണ്ട് തന്നെ പനിനീർപ്പൂവ് ചുവപ്പ് ബോക്സിൽ നമുക്ക് ശേഖരിക്കാം. ഇനി വേറെ പൂക്കൾ ഏതാണ്? ഇതാ ഒരു ആമ്പലല്ലേ മക്കൾ കാണുന്നത്? ആമ്പലിന്റെ നിറം ഏതാണ്? വെള്ള നിറം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെള്ള ബോക്സിൽ നമുക്ക് ആമ്പൽ ശേഖരിക്കാം. ഇനി മക്കൾ നോക്കിക്കേ. അടുത്തതായിട്ട് കാണുന്നത് ഒരു മുല്ലപ്പൂ അല്ലേ? മുല്ലപ്പൂവിനും സെയിം വെള്ള നിറം തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ മുല്ലപ്പൂവും നമുക്ക് വെള്ള ബോക്സിൽ ശേഖരിക്കാം. അടുത്തത് നിങ്ങൾ ഏത് പൂവിലാ കാണുന്നത്? ജമന്തിപ്പൂ. നല്ല മഞ്ഞ കളറുള്ള ജമന്തിപ്പൂ. അതുകൊണ്ട് തന്നെ ജമന്തിപ്പൂ നമുക്ക് മഞ്ഞ ബോക്സിൽ ശേഖരിക്കാം. ഇനി അടുത്ത പൂവ് ഏതാണ്? ചെമ്പരത്തി. പല നിറത്തിൽ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ ചെമ്പരത്തിയുടെ നിറം ഏതാണ്? ചുവപ്പാണ്. അതുകൊണ്ട് തന്നെ ചുവപ്പ് ബോക്സിൽ നമുക്ക് ചെമ്പരത്തിനെ സൂക്ഷിച്ചു വെക്കാം. ഇനി ഒരു പൂ കൂടി ഒന്ന് നോക്കിയാലോ? യെസ്, വിഷുവിനൊക്കെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്ന കണിക്കൊന്ന. കണിക്കൊന്നയുടെ നിറം ഏതാണ്? മഞ്ഞ നിറം. അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞ ബോക്സിൽ ശേഖരിക്കാമല്ലേ? ഇന്നത്തെ ഈ ഒരു ആക്ടിവിറ്റി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പൊ നമ്മൾ എല്ലാവരും കുറേ പൂക്കളെയും അവയുടെ കളറുകളൊക്കെ നോക്കിയിട്ട് പല നിറത്തിലുള്ള കൂടകൾ ശേഖരിച്ചിട്ടുണ്ടല്ലേ? ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയ കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.